IPLന്റെ പ്ലേ ഓഫ് പ്രതീക്ഷ പൂർണ്ണമായും ഇല്ലാതായതോടെ രാജസ്ഥാൻ റോയൽസിന് ഇനിയുള്ളത് ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ്. സീസണിൽ ബാക്കിയുള്ള 2 മത്സരം ജയിച്ച് പോസിറ്റീവായി തന്നെ സീസൺ അവസാനിപ്പിക്കുക എന്നത്. 18-ന് ഞായറാഴ്ച ഹോം ഗ്രൗണ്ടായ ജയ്പൂരിൽ പഞ്ചാബ് കിങ്സുമായാണ് റോയൽസിന് ഏറ്റുമുട്ടുക. 20-ന് ഡൽഹിയിലെ അവസാന അങ്കത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സുമായും അവർ മത്സരിക്കും. നിലവിൽ പോയിന്റ് പട്ടികയിൽ 9ാം സ്ഥാനക്കാരാണ് രാജസ്ഥാൻ റോയൽസ്. 12 മത്സരങ്ങളിൽ ടീമിന് ജയിക്കാനായത് വെറും 3 എണ്ണത്തിൽ മാത്രമാണ്. ശേഷിച്ച 9ലും തോൽവിയായിരുന്നു ഫലം. ടീം സെലക്ഷനിലെ ചില പാളിച്ചകൾ റോയൽസിന്റെ പ്രകടനത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങളിലും റോയൽസ് ഈ അബദ്ധം വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. മുഖ്യ കോച്ച് രാഹുൽ ദ്രാവിഡിന്റെ ചില മോശം തീരുമാനങ്ങൾക്കെതിരെ വലിയ വിമർശനങ്ങൾ വന്നിരുന്നു. മുൻ മത്സരങ്ങളിൽ തീർത്തും നിരാശപ്പെടുത്തിയ ചില താരങ്ങളെ ഇനിയുള്ള മത്സരങ്ങളിൽ ഉറപ്പായും മാറ്റി നിർത്തിയേ തീരുകയുള്ളൂ. രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേയിങ് 11-ൽ ഇനി ഉൾപ്പെടുത്താൻ പാടില്ലാത്ത ചില താരങ്ങളുണ്ട്. മധ്യനിര ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ യുവതാരം ധ്രുവ് ജുറേൽ, വെസ്റ്റ് ഇൻഡീസ് ഫിനിഷറായ ഷിംറോൺ ഹെറ്റ്മെയർ, ഇന്ത്യൻ പേസറായ തുഷാർ ദേശ്പാണ്ഡെ, അഫ്ഗാനിസ്ഥാൻ ഫാസ്റ്റ് ബൗളർ ഫറൂഖി എന്നിവരാണ് ഈ 4 പേർ. ഇപ്പോൾ ഈ സീസണിൽ റോയൽസിന്റെ ഏറ്റവും വലിയ ദുരന്തമെന്ന് വിളിക്കാവുന്ന താരങ്ങൾ ഈ 4 പേരുമാണ്. ടീമിന്റെ ഇത്രയും ദയനീയമായ പ്രകടനത്തിന് ഇവരെല്ലാം പഴിയും അർഹിക്കുന്നുണ്ട്. ഫ്ലോപ്പായി കൊണ്ടിരുന്നിട്ടും റോയൽസ് കോച്ച് രാഹുൽ ദ്രാവിഡ് ഇവർക്ക് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ 4 പേരും വേണ്ടെന്ന് ഉറച്ച നിലപാട് റോയൽസ് നായകൻ സഞ്ജു സാംസൺ എടുത്തേ തീരൂ. ഇവർക്ക് പകരം കളിപ്പിക്കാവുന്ന താരങ്ങൾ റോയൽസ് സ്ക്വാഡിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങളിൽ അവർക്ക് അവസരം നൽകാതിരിക്കാൻ ശ്രമിക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഇനി റോയൽസിന് സാധിക്കുകയും ചെയ്യും. ഈ സീസണിൽ റോയൽസ് അനായാസം ജയിക്കേണ്ടിയിരുന്ന 3 മത്സരങ്ങളിൽ തോൽക്കാനുള്ള പ്രധാന കാരണക്കാരാണ് ജുറേലും ഹെറ്റ്മെയറും. റൺ ചേസിലായിരുന്നു ഈ 3 കളിയിലും റോയൽസ് തോറ്റത്. കുറെ കൂടി അഗ്രസീവായി സ്കോർ ചെയ്യാൻ ജുറേലും ഹെറ്റ്മെയറും ശ്രമിച്ചിരുന്നുവെങ്കിൽ റോയൽസ് ഉറപ്പായും ഈ മത്സരങ്ങൾ ജയിക്കുകയും അത് അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കുകയും ചെയ്തേനെ. 12 മത്സരങ്ങളിലാണ് ജുറേൽ കളിച്ചത്. ഇതിൽ 11ലും അദ്ദേഹം ബാറ്റും ചെയ്തു. പക്ഷേ 31.13 ശരാശരിയിൽ സ്കോർ ചെയ്യാനായത് വെറും 249 റൺസ് മാത്രമാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള ആദ്യ കളിയിലെ 70 റൺസ് മാറ്റി നിർത്തിയാൽ മറ്റൊരു മികച്ച ഇന്നിംഗ്സ് പോലും ജുറേൽ കളിച്ചിട്ടില്ല. ഹെറ്റ്മെയറും 11 ഇന്നിംഗ്സുകളിലാണ് ഇത്തവണ ബാറ്റ് വീശിയത്. 21.60 ശരാശരിയിൽ 261 റൺസാണ് താരത്തിന്റെ സമ്പാദ്യം. ഒരു 50 മാത്രമേ ഇതിലുള്ളൂ. ബൗളിംഗിലേക്ക് വന്നാൽ തുഷാറിന്റെയും ഫസലിന്റെയും പ്രകടനം വളരെ ദയനീയമായിരുന്നു. 8 മത്സരങ്ങളിലാണ് തുഷാർ ബൗൾ ചെയ്തത്. 11.25 എക്കണോമി റേറ്റിൽ വീഴ്ത്തിയത് 6 വിക്കറ്റുകൾ മാത്രമാണ്. അതിനേക്കാൾ ദയനീയമാണ് ഫസലിന്റെ പ്രകടനം. 4 കളിയിൽ 12.21 എക്കണോമി റേറ്റിൽ ബൗൾ ചെയ്ത അദ്ദേഹത്തിന് ഒരു വിക്കറ്റ് പോലും ലഭിക്കുകയും ചെയ്തിട്ടില്ല.